نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين يكنزون الذهب والفضة ولا ينفقونها في سبيل الله فبشرهم بعذاب أليم. സ്നേഹവും ബഹുമാനവുമാണ് ഇനിയുള്ള വിശ്വാസികൾ സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പനകളും നിയമനിർദ്ദേശങ്ങളും പരമാവധി പാലിച്ച് തഖ്വയോടെ ജീവിക്കണമെന്ന് വസിയത്ത് ചെയ്യുക. സമ്പത്തിനോടുള്ള മനുഷ്യന്റെ സമീപനവും സ്വഭാവവും ഒക്കെ ഖുർആനും ഹദീസും ഒരുപാട് തലങ്ങളിൽ വിശദീകരിക്കുന്നു. സമ്പത്ത് മനുഷ്യരുടെ കയ്യിലേക്ക് കടന്നു വരുമ്പോൾ അവരുടെ വിശ്വാസത്തെയും മനോഭാവങ്ങളെയും ചിന്താഗതികളെയും കാഴ്ചപ്പാടുകളെയും ഒക്കെ സമ്പത്ത് സ്വാധീനിക്കുമെന്നാണ് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. സമ്പത്തിനോട് വല്ലാത്ത കഠിനമായ പ്രണയം ആർത്തി മനുഷ്യനുണ്ട്. നിങ്ങൾ സമ്പത്ത് വല്ലാതെ സമ്പാദിക്കുകയും ഒരുമിച്ച് കൂട്ടുകയും അതിനോട് ആർത്തി കാണിക്കുകയും ചെയ്യുന്നു. ഒടുവിൽ ആ സമ്പത്ത് ഇവിടെ തനിക്ക് ശാശ്വതമായ അനശ്വരമായ ഒരു ജീവിതം പ്രദാനം ചെയ്യുമെന്നൊരു തോന്നലും പിന്നീട് ഉണ്ടായിത്തീരും. അങ്ങനെ സമ്പത്തും സമ്പാദ്യങ്ങളും ഒക്കെ ഇവിടെ ധാരാളമായി ഉണ്ട് എങ്കിൽ അതൊക്കെ ഇവിടെ സ്വൈര്യവിഹാരം നടത്താൻ അവന് അവസരം നൽകുന്നതാണ് എന്ന് മനുഷ്യൻ ചിന്തിച്ചു പോകുമെന്ന്. സമ്പത്ത് കൂടുന്നതിനനുസരിച്ച് മനുഷ്യനിൽ ഉണ്ടാകുന്ന മനോഭാവം ദുനിയാവിനോട് ആർത്തി ഉണ്ടാകും. മരണത്തോട് ഒരു വിമുഖതയും വെറുപ്പും ഉണ്ടാകുമെന്ന്. സമ്പത്തും അതിന്റെ ഐശ്വര്യവും അത് നൽകുന്ന അഭിമാനവും അന്തസ്സും ഇതൊക്കെ വലിയ നിർവൃതിയായി അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുമ്പോൾ ദുനിയാവിൽ വേർപെട്ടു പോകാൻ അയാൾ തോന്നൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അവിടുത്തെ സദസ്സിൽ എപ്പോഴും ഹാജരായിരുന്ന ഒരു സഹാബി സഅലബ എന്ന് പറയും.
എപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ക്ലാസ്സുകളെയും ഉപദേശങ്ങളെയൊക്കെ ചുറ്റിപ്പറ്റി ഉണ്ടാവും. അദ്ദേഹം ദരിദ്രനായി വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലെ പ്രതിനിധിയായിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തിന് സമൂഹത്തെ അങ്ങനെ നിരീക്ഷിക്കുമ്പോൾ ആളുകള്, സമ്പന്നരായ ആളുകൾ വേണ്ട രൂപത്തിൽ പാവങ്ങളെ, ദരിദ്രരെ, പട്ടിണി പാവങ്ങളെ ഒന്നും പരിഗണിക്കുകയും അവർക്ക് വേണ്ട വിധത്തിൽ സഹായമൊന്നും ചെയ്യുന്നില്ല എന്നൊരു തോന്നല് പൊതുവെ പാവപ്പെട്ടവർക്കുണ്ടാവും. സക്കാത്തിനെ സംബന്ധിച്ചൊക്കെ ഖുതുബ പറയും, സംസാരിക്കുമ്പോ പാവപ്പെട്ടവരെന്ന് സ്വയം വിചാരിക്കുന്ന, ദരിദ്രരെന്ന് വിചാരിക്കുന്ന, മിസ്കീനുകൾ എന്ന് വിചാരിക്കുന്ന ആളുകൾ ഇങ്ങനെ അത് വലിയ കാര്യത്തോടുകൂടി നന്നായി വിഷയം പറഞ്ഞത് നന്നായി. ഇവിടെ കുറെ ആൾക്കാർ കൊടുക്കാൻ മടിയുള്ളവർ, ഉണ്ടായിട്ട് കൊടുക്കാത്തവർ, നമ്മളടുത്തൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് കൊടുക്കാത്തത് എന്നൊരു തോന്നൽ ഇല്ലാത്തവന്റെ മനസ്സിലുണ്ടാകുന്നത് പോലെ ഇദ്ദേഹത്തിനും ഇങ്ങനെ സമൂഹത്തെ ഇങ്ങനെ നിരീക്ഷിക്കാൻ തുടങ്ങി. കുറച്ച് പണം ഉണ്ടായിരുന്നെങ്കിൽ ഞാനും കുറെ കൊടുക്കുമായിരുന്നു എന്ന് ചിന്തിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്നിട്ട് നബി എന്നെ സമ്പന്നനാക്കാൻ വേണ്ടി അങ്ങ് ദുആ ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അത് വേണോ സാലബ? അത് വേണം നബി. എനിക്ക് സമ്പത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് ആളുകളെ ആ സമ്പത്ത് മുഖേന സഹായിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ചോദ്യത്തിലെ അപകടം തിരിച്ചറിയാൻ സഅലബക്ക് പക്ഷേ കഴിഞ്ഞില്ല എന്നതാണ്. അങ്ങനെ അദ്ദേഹത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന ഫലമായെന്നോണം അദ്ദേഹത്തിന് ഒരു കാലി, ഒരു മൃഗസമ്പത്ത് കിട്ടുകയും അതിനെ അയാൾ നല്ലോണം പരിചരിച്ചു. അത് പെറ്റ്, വീണ്ടും പെറ്റു, അങ്ങനെ പെരുകി വലിയൊരു കാലി സമ്പത്തിന്റെ ഒരു ഫാം തന്നെ അദ്ദേഹത്തിനുണ്ടായി. പിന്നെ ഈ കാലികളൊക്കെ പരിചരിക്കുന്ന തിരക്കിനിടയിൽ അദ്ദേഹത്തിന് പള്ളിയിലും ഇബാദത്തുകൾക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിലേക്കൊന്നും വരാൻ പറ്റാതെ അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഅലബയെ അന്വേഷിക്കാൻ തുടങ്ങി. ഒടുവിൽ സക്കാത്തിന്റെ ഉദ്യോഗസ്ഥര് സക്കാത്ത് പിരിക്കാൻ വേണ്ടി പറഞ്ഞയച്ചപ്പോ അവരങ്ങനെ സഅലബയുടെ അടുത്തെത്തി. സഅലബ കാലികളുടെ ഇതൊക്കെ നോക്കുന്ന, പരിചരിക്കുന്ന ബിസിനസിന്റെ തിരക്കിനിടയിൽ നിങ്ങൾ പിന്നെ പോയിട്ട് വരും, ഞാൻ ഇപ്പൊ കുറച്ച് തിരക്കിലാണ്, കണക്ക് തരാൻ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ പലതവണ സക്കാത്തിന്റെ ഉദ്യോഗസ്ഥരെ തിരിച്ചയച്ചു. ഒടുവിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ശാപമേറ്റുവായിക്കൊണ്ട് സമ്പന്നനായി ഒടുവിൽ അള്ളാഹുവിന്റെ ശാപകോപങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന സഅലബയെ ചരിത്രം പഠിപ്പിക്കും. അഥവാ സമ്പത്ത് എന്ന് പറയുന്നത് അത് വളരെ അപകടകരമായ ഒന്നാണ്. അപ്പൊ നമ്മൾ നോമ്പെടുക്കുന്ന ആളുകളാണ്. നോമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധീകരണം നമ്മുടെ മാനസിക ശുദ്ധി തന്നെയാണ് അതിലേറ്റവും സുപ്രധാന വശം എന്ന് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. മനസ്സിന്റെ വികാരങ്ങളാണ്, മനസ്സിന്റെ ചാബല്യങ്ങൾ, ശഹ്വത്ത്, ഹവ എന്നൊക്കെയാണ് ഖുർആനും ഹദീസും പദം പ്രയോഗിക്കുന്നത്. അഥവാ ആഗ്രഹങ്ങൾ, മോഹങ്ങൾ, വ്യാമോഹങ്ങൾ. മനുഷ്യന്റെ ആഗ്രഹങ്ങളെയും മോഹങ്ങളെയും ഒക്കെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് നമ്മൾ പട്ടിണി കിടക്കുന്ന നോമ്പിലൂടെ ഉദ്ദേശിക്കുന്നത്. അത് അന്നപാനീയങ്ങൾ നിയന്ത്രിക്കുന്നതും ലൈംഗിക വികാരങ്ങളെ നിയന്ത്രിക്കുന്നതിലും മാത്രം ഒതുങ്ങുന്നതല്ല. നമ്മളുടെ ആഗ്രഹം, നമ്മുടെ മോഹം നമ്മുടെ സമ്പത്തുമായി കൂടി പണഞ്ഞതാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുകയും അങ്ങനെ സാമ്പത്തികമായ വിശുദ്ധി കൂടി നമ്മൾ ആർജിച്ചാലേ യഥാർത്ഥത്തിൽ നമ്മള് നോമ്പ് എന്താണ് ഉദ്ദേശിക്കുന്നത് ആ വിശുദ്ധി ആർജിച്ചെടുക്കാൻ കഴിയുള്ളൂ. ജീവിതത്തിൽ ഒരു അവസാന യാത്രക്ക് വേണ്ടി ഒരുങ്ങുന്ന ആളുകളാണല്ലോ നമ്മൾ. ഒരു സുപ്രധാനമായ യാത്രക്ക് വേണ്ടി നമ്മൾ പോകുമ്പോൾ അങ്ങനെ നമ്മുടെ ലഗേജുകളും എല്ലാ സാധനങ്ങളും സാമഗ്രികളുമായി നമ്മൾ എത്തുന്നു. എയർപോർട്ടിലെത്തി അങ്ങനെ നമ്മൾ ചെല്ലുന്ന രാജ്യത്തെ ആരോഗ്യസ്ഥിതി അനുസരിച്ചുകൊണ്ട് നമ്മൾ മെഡിക്കൽ ഫിറ്റ്നസ് നമ്മൾ അത് ഹാജരാക്കി. മെഡിക്കൽ നമ്മൾ ഫിറ്റ് ആയിരിക്കണം. ശാരീരികമായ നമ്മുടെ ഫിറ്റ്നസ് പരിശോധിക്കും. ലഗേജ് അത് പരിശോധിച്ചു, അതും ഓക്കെയാണ്. മെഡിക്കൽ ഫിറ്റ്നസ് ഓക്കെയാണ്. പിന്നെ ഇങ്ങനെ നമ്മുടെ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ അതും ഓക്കെയാണ്. പക്ഷേ നമ്മളെ ഒരു കാര്യത്തിൽ പെട്ടുപോകണം. ഇവിടെ നമ്മുടെ സാമ്പത്തിക ധനവിനിയോഗത്തിന്റെ സോഴ്സ്, അതിലെ സമ്പാദ്യങ്ങളുടെ സോഴ്സ് കാണിച്ചിട്ടില്ല. അതിൽ കൃത്യമായ GST അടച്ചിട്ടില്ല. അതിൽ ആദായ നികുതി, ഇൻകം ടാക്സ് അടച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായും നിയമപരമായി അയാളുടെ യാത്രയിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് പോലെ
ദുനിയാവ് വിട്ട് ആഖിറത്തിലേക്ക് യാത്ര പോകുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ കോടതിയിൽ കൃത്യമായി ചോദ്യം ചെയ്യപ്പെടുന്ന ഒന്നാണ് നമ്മുടെ സമ്പാദ്യങ്ങൾ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ശുദ്ധീകരിക്കാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവുക എന്നതാണ്. ഇസ്ലാം ഒരിക്കലും സമ്പത്തിനെ നിരാകരിക്കുകയോ സമ്പത്ത് അത് ആർജിക്കുകയും സമ്പാദിക്കുകയും ചെയ്യുന്നതിനെ ഇസ്ലാമിക വിരുദ്ധമായിട്ടോ അതല്ലെങ്കിൽ ആത്മീയതക്കോ തഖ്വക്കോ സൂക്ഷ്മതക്കോ പരലോക ചിന്തക്കോ വിഘാതമായി തീരുമെന്ന് ഒരിക്കലും പറയുന്നില്ല. അതിന്റെ കാഴ്ചപ്പാട് ഇസ്ലാമിനില്ല. അഥവാ മുസ്ലിം ഉമ്മത്ത് അത് സാമ്പത്തികമായും ശാരീരികമായും എല്ലാ നിലയിലും ശക്തമായ ഒരു സമൂഹമായിരിക്കണം എന്നുള്ളതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. പൊതുവെ ഒരു തെറ്റിദ്ധാരണ ദീനിൽ ശ്രദ്ധിക്കണമെങ്കിൽ അത് ലോക കാര്യങ്ങളിൽ നിന്നൊക്കെ വലിയ തോതിൽ വിട്ടു നിൽക്കണം എന്നുള്ളത്. ലോകത്തെ വിട്ടുനിന്നുകൊണ്ടില്ല, അങ്ങനെ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. അല്ലാഹു തആല നിനക്ക് നൽകിയതിൽ നിന്ന് നീ ആഖിറത്തിൽ പ്രതീക്ഷിക്കണം. നമുക്ക് അല്ലാഹു നൽകിയത് ദുനിയാവിലെ വിഭവങ്ങളാണ്. ആ ദുനിയാവിലെ വിഭവങ്ങൾ അല്ലാഹു തന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ദുനിയാവിലെ വിഭവങ്ങളിലൂടെ ആഖിറത്തിനെ കണ്ടെത്താനാണ് നീ ശ്രമിക്കേണ്ടത് എന്നാണ്. ആഖിറത്തിലെ വിജയത്തിന് വേണ്ടി നീ പരിശ്രമിക്കുകയും ആഖിറത്തിലെ വിജയം കണ്ടെത്താൻ വേണ്ടി ദുനിയാവ് കൊണ്ട് നീ ശ്രമിക്കുമ്പോൾ ദുനിയാവിനെ മറന്നുപോണ്ട എന്ന് അല്ലാഹു തആല അവിടെ അടിവരയിട്ട് ഓർമ്മപ്പെടുത്തുന്നത്. നമ്മുടെ പ്രാർത്ഥന എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന, ഏറ്റവും നിർണായകമായ ഘട്ടങ്ങളിൽ പ്രാർത്ഥിച്ചത്, തവാഫിന്റെ ഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച പ്രാർത്ഥന, റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ദുനിയാവിലാണ് മനുഷ്യൻ വന്നത്, ദുനിയാവാണ് മനുഷ്യൻ ആദ്യം കണ്ടത്, ദുനിയാവിലാണ് മനുഷ്യന് വിഭവങ്ങൾ കിട്ടിയത്. ഈ ദുനിയാവിൽ നല്ലത് കൊണ്ട് റബ്ബേ എന്നാണ് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി അല്ലാഹു തആല പഠിപ്പിച്ചിരുന്നത്. പക്ഷേ പ്രയോറിറ്റി, കൂടുതൽ മുൻഗണന വഫിൽ ആഖിറതി ഹസന, ആഖിറത്തിലും ഹസനത്ത് തരണ റബ്ബേ എന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നതോടൊപ്പം വഖിനാ അദാബന്നാർ. രണ്ട് കാര്യങ്ങൾ ആഖിറത്തിലേക്ക്. ദുനിയാവിന്റെ കാര്യത്തിൽ ഒന്നാണെങ്കിൽ ആഖിറത്തിന്റെ കാര്യത്തിൽ ഇരട്ടി ഉണ്ടാവണമെന്നാണ്. ആഖിറത്തിൽ നല്ലതും തരണം, ഞങ്ങൾ ആഖിറത്തിൽ നീ നരകശിക്ഷയിൽ നിന്ന് കാത്തു സംരക്ഷിക്കുകയും ചെയ്യണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബാക്കൾ, നമുക്കറിയാം സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സ്വഹാബാക്കൾ, അതിലെ ഭൂരിഭാഗം സ്വഹാബാക്കളും മില്യനേഴ്സ് ആയിരുന്നു, അതീവ സമ്പന്നനായിരുന്നു. ലക്ഷപ്രഭുക്കളായ ആളുകൾക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നേരിട്ട് സ്വർഗ്ഗമുണ്ട് എന്ന സന്തോഷ വാർത്ത കിട്ടിയിട്ടുള്ളത്. അപ്പൊ അവരൊന്നും തന്നെ ഇതൊക്കെ ഒഴിവാക്കി, ലൗകികമായ എല്ലാം ഒഴിവാക്കി, സമ്പാദ്യം ഒഴിവാക്കി, കച്ചവടം ഒഴിവാക്കി, കൃഷി ഒഴിവാക്കി, തൊഴിൽ നൽകുന്നതിനെ ഒഴിവാക്കിക്കൊണ്ട് പള്ളിയിലും പർമ്മശാലയിലും ഒതുങ്ങി കഴിയുകയായിരുന്നില്ല. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബാക്കളിൽ ഏറ്റവും സമ്പന്നനായ വ്യക്തികളിൽ ഒരാളായിരുന്നു. അദ്ദേഹം മദീനയിൽ നിന്ന് മക്കയിൽ നിന്ന് ഹിജ്റ ചെയ്ത് മദീനയിലേക്ക് വന്ന സമയത്ത് ഒന്നുമില്ല, എല്ലാ കയ്യിലും ആരുടെ കയ്യിലും ഒന്നുമില്ല. അദ്ദേഹത്തിന് കൂട്ടുകിട്ടിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ചു കൊടുത്ത സഹായിയായി ഏൽപ്പിച്ചു കൊടുത്ത അൻസാരി അദ്ദേഹത്തിന്റെ പറമ്പും അദ്ദേഹത്തിന്റെ സ്വത്തും സമ്പാദ്യവും ഒക്കെ പകുതിയായി നൽകിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒന്നും വേണ്ട, എനിക്ക് മാർക്കറ്റ് കാണിച്ചു തന്നാൽ മതി, എനിക്ക് അങ്ങാടി കച്ചവട സ്ഥലം കാണിച്ചു തന്നാൽ മാത്രം മതി എന്നാണ്. അഥവാ കച്ചവട സ്ഥലത്ത് നിന്ന് വിട്ടുനിന്നുകൊണ്ട് വെറും പള്ളിയിലേക്ക് മനുഷ്യനെ ഒതുക്കുകയും അടക്കുകയും ചെയ്യുന്ന ഒരു ഇസ്ലാമില്ല. അല്ലാഹു തആല ഏറ്റവും വിശിഷ്ടമായ ഇബാദത്താണല്ലോ യൗമുൽ ജുമുഅ നിസ്കാരം. ജുമുഅ നിസ്കാരം കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു തആല പറയുന്നത് എന്താണ്? ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്ഔ ഇലാ ദിക്രില്ലാ. ജുമുഅക്ക് ബാങ്ക് വിളിച്ചാൽ നിങ്ങൾ പള്ളിയിലേക്ക് ധൃതിയിൽ വരിക. ബാങ്ക് വിളിക്കുന്നത് വരെ പള്ളിയിലേക്ക് വരണമെന്ന് പറയുന്നില്ല. അതിനുശേഷം അതായിക്കൂടാ എന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ ഭൗതിക വ്യവഹാരങ്ങളിലേക്ക് നിങ്ങളായി പോകരുത്. എന്നാൽ നിസ്കാരം കഴിഞ്ഞ പിന്നെ പള്ളിയിൽ നിങ്ങൾ ചടഞ്ഞുകൂടിയിരിക്കേണ്ടതില്ല. നിങ്ങൾ ഭൂമിയിലേക്ക് പോയിക്കൊള്ളുക. നിങ്ങളുടെ സമ്പാദ്യങ്ങൾക്ക്, ഭൗതികമായ നിങ്ങളുടെ കാര്യങ്ങൾക്കും താല്പര്യങ്ങളിലേക്കും നിങ്ങൾ പോയിക്കൊള്ളുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മുസ്ലിം ഉമ്മത്ത് അവരൊരിക്കലും അല്ലാഹു തആലയുടെ കാഴ്ചപ്പാടിൽ
മുസ്ലിം ഉമ്മത്ത് ഒരിക്കലും ഡിപ്പെൻഡന്റ് കമ്മ്യൂണിറ്റി ആകരുത്. മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്ന വ്യക്തികളോ വ്യക്തികളുടെ കൂട്ടായ്മയോ ആയി മാറാൻ പാടില്ല. അതേസമയം മുസ്ലിം ഉമ്മത്ത് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയായി, അതല്ലെങ്കിൽ പ്രോ ആക്റ്റീവ് ആയിട്ടുള്ള സൊസൈറ്റിയായി മാറണം എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ ഏതൊരു മനുഷ്യനും അധ്വാനിക്കുന്നതിനേക്കാൾ കൂടുതൽ ആക്റ്റീവ് ആയിക്കൊണ്ട് അധ്വാനിക്കുക, നിർമ്മാണാത്മകമായ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ സമൂഹത്തിൽ നിർവഹിക്കുന്ന ഒരു വ്യക്തിയായി, വ്യക്തികളുടെ സമൂഹമായി മാറണം എന്നുള്ളതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മാ അകല അഹദുൻ തുആമൻ ഖത്തുൻ ഖൈറൻ മിൻ അൻ യഅകുല അമലിയതി. തന്റെ കൈകൊണ്ട്, സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് തിന്നുന്ന ആഹാരത്തിനേക്കാളും നല്ല ആഹാരം, വിശിഷ്ടമായ ആഹാരം ഒരാളും സമ്പാദിക്കുന്നില്ല, കഴിക്കുന്നില്ല എന്നതാണ്. മേലെ നിൽക്കുന്ന കൈയാണ് താഴെ നിൽക്കുന്ന കൈകളെക്കാൾ ലോവർ ആയിട്ട് നിൽക്കുന്നതിനേക്കാളും ഹയർ ആയിട്ട് നിൽക്കുന്നതിനെയാണ് ഇസ്ലാം എപ്പോഴും ഉത്കർഷത്തോടു കൂടി അഭിനന്ദനാർഹമായി കാണുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം ഉമ്മത്ത് ആബാലവൃദ്ധം ജനങ്ങൾ അവരുടെ വെൽത്ത്, അവരുടെ ഹെൽത്ത്, അത് സമൂഹത്തിലെ അതൊരു എനർജിയായി, ഊർജമായി സമൂഹത്തിലേക്ക് പരിണമിക്കുകയും പ്രവഹിക്കുകയും ചെയ്തുകൊണ്ട് മുസ്ലിം ഉമ്മത്ത് സമൂഹത്തെ കൂടുതൽ കൺസ്ട്രക്റ്റീവ് ആയിക്കൊണ്ട്, കൂടുതൽ ആ സമൂഹത്തെ പുനർനിർമ്മിക്കുന്നതിന് വേണ്ടി അവരുടെ ഊർജവും സമ്പത്തുമെല്ലാം വിനിയോഗിക്കണം എന്നുള്ളതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അങ്ങനെ വെറുതെ ഒരു പണിക്കും പോകാതെ തേരാപ്പാര അങ്ങനെ നടന്ന് തെക്ക് വടക്ക് നടക്കുന്ന ഒരു മുസ്ലിം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്ന പ്രാർത്ഥന അതാണ്, അല്ലാഹുവേ ഇനി അഊദു ബിക മിനൽ അജ്സി വൽ കസൽ. അല്ലാഹുവേ ഞാൻ നിന്നോട് മടിയിൽ നിന്നും, അലസതയിൽ നിന്നും, കെടുകാര്യസ്ഥതയിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്നാണ്. മടിയില്ലാതെ, അലസതയില്ലാതെ പണിയെടുക്കാൻ മനസ്സില്ലാത്ത ഒരു വിശ്വാസി ഉണ്ടാകാൻ പാടില്ല എന്നതാണ്. അതാണ് ഇസ്ലാമിന് സമ്പത്തിനോടുള്ള കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. എന്നാൽ ഈ സമ്പത്തിനോടുള്ള കാഴ്ചപ്പാട്, ഇങ്ങനെ ഒരു കാഴ്ചപ്പാട് ഇല്ല എങ്കിലും സമ്പത്ത് ഉണ്ടാക്കണം എന്നൊരു കാഴ്ചപ്പാട് മനുഷ്യർക്കിടയിൽ വലിയ തോതിൽ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വലിയ ആർഭാടപരമം ഉണ്ടാകും. ആർഭാടപരമം, വലിയ വീടുണ്ടാക്കുക, അതിനുവേണ്ടി എത്രയും കഠിനാധ്വാനം ചെയ്യാൻ. എന്താണ് സമ്പത്ത് സമ്പാദിക്കുന്നതിന് ഒരു മനുഷ്യന്റെ ചേതോവികാരമായി പ്രവർത്തിക്കുന്നത്? സാധാരണക്കാരനായ ഒരു മനുഷ്യൻ, അയാൾ നല്ലോണം ഒരു മീൻ പിടിക്കുന്ന ഒരു മനുഷ്യൻ, അയാൾ ദിവസവും മീൻ പിടിക്കുമ്പോ അയാൾക്ക് അത് കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ മീനെ കിട്ടുന്നു. അയാൾ അതിൽ വീട്ടിൽ ആവശ്യത്തിന് വേണ്ടി അത് എടുത്തു വെക്കുന്നു. ബാക്കിയുള്ളത് കുറച്ച് അയാൾ അങ്ങാടിയിൽ അയാളുടെ അന്നേക്കുള്ള ആവശ്യത്തിന് വേണ്ടി അത് ചെലവഴിക്കും. അത്ര മാത്രമേ അയാൾ മീൻ പിടിക്കുന്നുള്ളൂ. പുതിയ ഫിനാൻസിന്റെ പുതിയ കാലത്ത് മോട്ടോകളൊക്കെ പഠിച്ച, സ്ട്രാറ്റജികൾ പഠിച്ച ഒരു ന്യൂജൻ ചെറുപ്പക്കാരൻ വന്നുകൊണ്ട്, നിങ്ങൾ കുറഞ്ഞ സമയം കൊണ്ട് ഇത്രയും സമ്പാദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ സമയം ചെലവഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് മീനെ പിടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വിറ്റ് ഒരുപാട് സമ്പാദിക്കും. അങ്ങനെ ഞാൻ സമ്പാദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്താണ് മെച്ചം? നിങ്ങൾക്ക് ഒരുപാട് രാജ്യങ്ങളിലേക്ക് ഇത് കയറ്റുമതി ചെയ്യാം, എക്സ്പോർട്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് രാജ്യങ്ങളിൽ രാജ്യാന്തര ബിസിനസ് ഉണ്ടാക്കാം. എന്നിട്ട് അങ്ങനെയാവുമ്പോൾ നിങ്ങൾക്ക് സന്തോഷത്തോടു കൂടി അടിച്ചുപൊളി ജീവിക്കും. ഞാൻ ഇതൊന്നും ഇല്ലാതെ തന്നെ സന്തോഷത്തോടെ അടിച്ചുപൊളിച്ചോടെ ജീവിക്കുന്നുണ്ട് എന്ന കാഴ്ചപ്പാട് അദ്ദേഹം അവതരിപ്പിച്ചു എന്നാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടിന്റെയും ഇടയിലാണ്. സമ്പത്ത് പരമാവധി സമ്പാദിക്കുവാൻ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതാണ്. അഥവാ നല്ല സമ്പത്ത് ഒരു വ്യക്തി ഒരു കത്തി പോലെയാണ്. സമ്പത്ത് എന്ന് പറയുന്നത് കത്തി പോലെയാണ്. കത്തി ഒരു ഡോക്ടറുടെ കയ്യിലാണ് കിട്ടുന്നതെങ്കിൽ ആ ഡോക്ടർ ഒരു മനുഷ്യന്റെ ശരീരത്തെ കുത്തി കീറിക്കൊണ്ട് അയാൾക്ക് ജീവൻ നൽകാൻ വേണ്ടിയിട്ടാണ് ആ കത്തി ഉപയോഗിക്കുക. എന്നാൽ ഒരു കുറ്റവാളിയുടെ, ഒരു ക്രിമിനലിന്റെ കയ്യിലാണ് ഈ കത്തി കിട്ടുന്നതെങ്കിലോ ഒരു മനുഷ്യന്റെ ജീവനെ അപഹരിക്കാനാണ് അയാൾ ആ കത്തി ഉപയോഗിക്കുക. സമ്പത്തിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. അത് കൈകാര്യം ചെയ്യുന്നവന്റെ മനോഭാവം അനുസരിച്ചാണ് അത് സമൂഹത്തിന് അതിന്റെ ഗുണവും ദോഷവും ഒക്കെ അനുഭവിക്കാൻ കഴിയുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നിഅമൽ മാലു സ്വാലിഹ് ഫിൽ യദിർ റജുലി സാലിഹ്.
സ്വാലിഹായ ഒരു മനുഷ്യന്റെ കയ്യിലുള്ള സമ്പാദ്യം എത്ര നല്ല സമ്പാദ്യമാണ്. സ്വാലിഹായ മനുഷ്യന്റെ കയ്യിലെ സമ്പാദ്യമാണ് ഏറ്റവും വിശിഷ്ടമായ സമ്പാദ്യം. അതുകൊണ്ട് തന്നെ നമ്മുടെ സമ്പാദ്യത്തെ അത് അനിയന്ത്രിതമായി ചെലവഴിക്കാൻ പറ്റില്ല. അത് തന്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കാകട്ടെ, ആർഭാടത്തിന് വേണ്ടി ലക്ഷറി ലൈഫ് ഉണ്ടാവുക എന്നുള്ളത് ഇന്നത്തെ ഒരു കാഴ്ചപ്പാട്. എന്താണ് സമ്പത്ത് ഉണ്ടാക്കുന്നതിന്റെ അവന്റെ ചേതോവികാരം? ഇവനെ അടിച്ചു പൊളിച്ച് വലിയ ആർഭാടത്തോടുകൂടി ഇവിടെ ജീവിക്കണം. അതിന്റെ ഒരു വീടിനെ സംബന്ധിച്ച് സങ്കല്പമുണ്ട്, വാഹനത്തെ സംബന്ധിച്ച് സങ്കല്പമുണ്ട്, യാത്രകളെ സംബന്ധിച്ച് സങ്കല്പങ്ങളുണ്ട്. ഇങ്ങനെ ഭൂമിയിലെ സങ്കല്പങ്ങൾ നിറവേറ്റാനല്ല. അല്ലാഹു തആല നിങ്ങൾ ഒരിക്കലും അനിയന്ത്രിതമായി ചെലവഴിച്ചുകൂടാ. അതോടൊപ്പം തന്നെ നിങ്ങൾ പിശുക്കന്മാരായി തീരാനും പാടില്ല. അതിന്റെ രണ്ടിന്റെയും ഇടയിലുള്ള ഒരു മിതത്വമാണ് ഒരു വിശ്വാസിയിൽ ഉണ്ടാകേണ്ടത്. ഒരു സത്യവിശ്വാസി സമ്പത്ത് ചെലവഴിക്കുകയാണെങ്കിൽ ഒരിക്കലും അമിതമായി ചെലവഴിക്കുകയില്ല. അതോടൊപ്പം തന്നെ അയാൾ പിശുക്ക് കാണിക്കുകയുമില്ല. ഇതിന് രണ്ടിന്റെയും ഇടയിലുള്ള മിതത്വമായിരിക്കും ഒരു വിശ്വാസിയിൽ നിന്നും ഉണ്ടാവുക എന്നുള്ളതാണ്. സമ്പത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നദി പോലെ. ആ നദി ഒഴുകുമ്പോൾ അതിന്റെ പരിസരങ്ങളിലെല്ലാം തന്നെ നല്ല ഫലപുഷ്ടിയുള്ള നല്ല മണ്ണിന് നല്ല നനവുണ്ടാവുകയും അത് സസ്യശ്യാമളമായിട്ടുള്ള ഒരു പ്രകൃതിയെ സൃഷ്ടിക്കും. എന്നാൽ അതിന് അണകെട്ടിക്കഴിഞ്ഞാൽ പലപ്പോഴും തടയിട്ട് കഴിഞ്ഞാൽ ആ തടയിണയുടെ ഉള്ളിൽ ഒഴുകാത്ത വെള്ളം അത് അവിടെ കിടന്ന് കെട്ട് ചീഞ്ഞു പോകും. അതിനകത്ത് കീടങ്ങൾ പെരുകും. ഒഴുകിക്കൊണ്ടിരുന്ന ആ നദിയുടെ ഇരുവശങ്ങളിലുമുള്ള എല്ലാം തന്നെ കരിഞ്ഞുണങ്ങി നശിച്ചു പോകും. നമ്മുടെ കയ്യിലുള്ള സമ്പത്ത് സമൂഹത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ്. ഇനി നമ്മൾ സമ്പാദിക്കുന്നതിന്റെ അവസ്ഥ എന്താണ്? നമ്മൾ സമ്പാദിക്കുന്നതിൽ നിന്ന് തീർച്ചയായും നമുക്കറിയാം, ഒരു അണക്കെട്ട് അത് തടഞ്ഞു നിർത്ത വെള്ളത്തിന്റെ നീരൊഴുക്കിനെ തടഞ്ഞു നിർത്തിക്കൊണ്ടാണ് അണക്കെട്ട് ഉണ്ടാവുക. എന്നാൽ ഏതൊരു അണക്കെട്ടിനും ഒരു വാട്ടർ ലെവൽ ഉണ്ടാവും. ആ വാട്ടർ ലെവലിന്റെ അപ്പുറത്തേക്ക് ഈ വെള്ളം ഉയർന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുക? ഷട്ടർ തുറക്കും. പിന്നെ ആ വെള്ളം സമൂഹത്തിലേക്ക് ഒഴുകും. സമൂഹത്തിന് ആവശ്യമായ സമയത്ത് ഇനി വേനലായി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെയുള്ള കനാലുകളിലൂടെ നീരൊഴുക്കുന്നത് വരും. ഇവിടെ ഈ അണകെട്ടി നിർത്തിയ വെള്ളം മനുഷ്യന് ഏറ്റവും ആവശ്യമായ സമയങ്ങളിൽ അവരിലേക്ക് ഒഴുകിയെത്തുക എന്നതാണ്. ഒരു വിശ്വാസി സമ്പാദിക്കുമ്പോൾ അയാളുടെ സമ്പാദ്യത്തിൽ നിന്ന് ഒരു വിഹിതം ഈ രൂപത്തിൽ സമൂഹത്തിലേക്ക് ഒഴുകണം എന്നാണ് അല്ലാഹു തആലയുടെ തീരുമാനം. നിങ്ങൾക്ക് അല്ലാഹു നൽകിയതിൽ നിന്ന് നിങ്ങൾ സമ്പാദിക്കുക. അത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. അഥവാ അതൊരു ഔദാര്യമല്ല എന്നുള്ളതാണ്. വിശ്വാസികളുടെ അടിസ്ഥാന ഗുണമാണ്, ബേസിക് ക്വാളിഫിക്കേഷൻ ആണ്, അഡീഷണൽ ക്വാളിഫിക്കേഷൻ അല്ല. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുക, സക്കാത്ത് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സക്കാത്ത് കൃത്യമായി നിർവഹിക്കുന്നവരാണ്. നിങ്ങൾക്ക് അല്ലാഹു നൽകിയിട്ടുള്ള സമ്പത്തിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക എന്നാണ്. മനുഷ്യൻ പറയുന്നത് മനുഷ്യൻ പറയുന്നു എന്റെ സമ്പത്ത്. നിന്റെ സമ്പത്തല്ല. നീ ദുനിയാവിലേക്ക് വന്നപ്പോ നിന്റെ കൈകളിൽ ഒന്നും ഉണ്ടായിരുന്നില്ല, നിന്റെ പോക്കറ്റിൽ ഒന്നും ഉണ്ടായിരുന്നില്ല, പോക്കറ്റ് പോലും നിനക്കുണ്ടായിരുന്നില്ല, നിനക്കൊരു അക്കൗണ്ട് ഉണ്ടായിരുന്നില്ല. എല്ലാം അല്ലാഹു തആല പിന്നീട് നിനക്ക് നൽകിയതാണ്. അല്ലാഹു നൽകിയതാണ് എന്ന കൃത്യമായ ബോധം അല്ലാഹു തആല ഈ ഭൂമുഖത്തേക്ക് പ്രവഹിക്കാനും ഒഴുക്കിവിടാനും വേണ്ടി പടച്ച തമ്പുരാൻ നമ്മെ ഏൽപ്പിക്കുന്നു എന്നതാണ്. നമ്മൾ അല്ലാഹുവിന്റെ സമ്പത്തിന്റെ കസ്റ്റോഡിയൻ മാത്രമാണ്. അത് കൈകാര്യം ചെയ്യാൻ എന്നാൽ വെറുതെയല്ല. അല്ലാഹു തആല നമുക്ക് അധ്വാനിക്കാൻ ശരീരം തന്നിട്ടുണ്ട്, ആരോഗ്യം തന്നിട്ടുണ്ട്, നമുക്ക് ബുദ്ധിയും സാമർഥ്യവും നൈപുണ്യവും എല്ലാം അല്ലാഹു തആല നൽകി. ഇതൊക്കെ അല്ലാഹു നൽകിയതാണ്. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, വഅൻഫിഖു മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്. നിങ്ങൾക്ക് മരണം എത്തുന്നതിന് മുമ്പ് എന്തൊക്കെ അല്ലാഹു തന്നിട്ടുണ്ടോ അതൊക്കെ നിങ്ങൾ ചെലവഴിക്കണം. വെറുതെ ചെലവഴിക്കണ്ട. അതിന് ലോകത്ത് ഒരാളും ഓഫർ ചെയ്യാത്ത
പ്രോഫിറ്റ് ആണ് പടച്ച തമ്പുരാൻ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത്. ഇത്രയധികം പ്രോഫിറ്റ് മാർജിൻ ഓഫറിംഗ് എവിടെ നമുക്ക് കാണാൻ കഴിയില്ല. 97.5% അല്ലാഹു തആല നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് ഓഫർ ചെയ്യുന്നത്. നമ്മുടെ സമ്പാദ്യത്തിന്റെ ഒരു നിശ്ചിത അളവിൽ കവിഞ്ഞ് നമ്മൾ സമ്പാദ്യമായിട്ട് നമുക്ക് നമ്മുടെ കയ്യിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന്റെ 97.5% നമുക്കുള്ളതാണെന്നാണ് അല്ലാഹു തആല പറയുന്നത്. ഇത് വേണമെങ്കിൽ അല്ലാഹു തആലക്ക് തരാതിരിക്കാമായിരുന്നു. സമ്പത്തിന്റെ വിഷയത്തിൽ അല്ലാഹുവിന്റെ കാഴ്ചപ്പാട്, അല്ലാഹു തആലയുടെ തീരുമാനങ്ങൾ, അല്ലാഹുവിന്റെ പ്ലാന് കൃത്യമായി നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാത്തതാണ്. നോക്കൂ, നിങ്ങൾ ലോകത്തെ അതികായന്മാരായിട്ടുള്ള സാമ്പത്തിക വിദഗ്ധര്, സാമ്പത്തിക വിഷയത്തിൽ നോബൽ സമ്മാനം കിട്ടിയവരാണോ ലോകത്തെ ഏറ്റവും സമ്പന്നരായിട്ടുള്ള ആളുകളുടെ പട്ടികയിലുള്ളത്? അമർത്യ സെൻ ഇന്ത്യ രാജ്യത്തെ വലിയ സമ്പന്നരുടെ പട്ടികയിൽ വരുന്ന ആളാണോ? ഇങ്ങനെ ഓരോ വർഷവും സാമ്പത്തിക വിഷയത്തിൽ വലിയ അവാർഡുകൾ നേടുന്ന ആളുകളല്ല. അല്ലാഹു തആല സാമ്പത്തിക വിഷയത്തിൽ ഒരാളുടെ നൈപുണി, അതിന്റെ സൈദ്ധാന്തികമായിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നവർക്കല്ല അല്ല കൊടുക്കുന്നത്. അള്ളാഹ് കൊടുക്കുകയാണ്. ഇതിന്റെ എല്ലാ സ്ട്രാറ്റജികളും കുതന്ത്രങ്ങളും തന്ത്രങ്ങളും പഠിച്ചിറങ്ങിയവരൊന്നും ഒരു ബിസിനസ് ചെയ്യുമ്പോൾ അത് ലാഭകരമായി തീരുന്നില്ല. എന്നാൽ ഒരു ബിസിനസിന്റെ സ്ട്രാറ്റജിയും പഠിക്കാതെ ഒരു സംരംഭം തുടങ്ങുമ്പോഴേക്കും വെച്ചടി തൊട്ടതെല്ലാം പൊന്നാകുന്ന തരത്തിൽ വലിയ വിജയങ്ങളിലേക്ക് എത്തുന്നത് ഇതൊക്കെ അല്ലാഹുവിന്റെ വേണ്ടുകയും തീരുമാനവുമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി അല്ലാഹു തആല നമുക്ക് നൽകിയതിൽ നിന്ന് ചിലവഴിക്കാൻ വേണ്ടി വിശുദ്ധ ഖുർആൻ നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. സമ്പത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ അതാണ്. അഥവാ നമ്മള് സമ്പത്ത് അത് സമ്പത്തിൽ നമുക്കൊരു ബാധ്യത, ഉത്തരവാദിത്തം ഉണ്ട് എന്നതുപോലെ തന്നെ ലയബിലിറ്റി ഉണ്ട് എന്നതുപോലെ തന്നെ കൃത്യമായ ടാർഗറ്റും ഉണ്ട് എന്നുള്ളതാണ്. കൃത്യമായ ടാർഗറ്റ് എന്താണ്? ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കാശുണ്ടാവുക എന്നുള്ളതിനെ എങ്ങനെയാണ് കാണുന്നത്? ഇസ്ലാം കാശുണ്ടാവുക എന്നുള്ളത് ഒരു തെറ്റായി കുറ്റമായി കാണുന്നില്ല എന്ന് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ നമ്മൾ സമ്പാദ്യം ഉണ്ടാകുന്നതിന് കൃത്യമായ ഒരു ലക്ഷ്യം കൂടി ഉണ്ടാകണം. അതിന്റെ ഉത്തരവാദിത്വം മാത്രമല്ല. അഥവാ പല ആൾക്കാരും പറയുന്നത് എനിക്ക് സമ്പത്ത് ഉണ്ടായാൽ ഞാൻ സക്കാത്ത് കൊടുക്കും, എനിക്ക് പൈസ ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ ഹജ്ജിന് പോകും. അങ്ങനെയല്ല. ഒരു വിശ്വാസിക്ക് അങ്ങനെ ഒരു സമീപനം തന്നെ ഉണ്ടാവാൻ പാടില്ല. അഥവാ അല്ലാഹ് എനിക്ക് ഇങ്ങനെ അനുഗ്രഹം തന്നു കഴിഞ്ഞാൽ ഞാൻ സക്കാത്ത് കൊടുക്കുമല്ല. സക്കാത്ത് ടാർഗറ്റാണ്. ഹജ്ജിന് പോവുക എന്നുള്ളത് നമ്മുടെ ടാർഗറ്റാണ്, ലക്ഷ്യമായി മാറണം. അഥവാ ഹജ്ജിന് പോകാൻ വേണ്ടി സമ്പത്ത് സമ്പാദിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അതൊരു വിശ്വാസിയെ ഹജ്ജ് ചെയ്യുക എന്നുള്ളത് ജീവിതത്തിലെ ഒരു ലക്ഷ്യമായി മാറുമ്പോൾ അതിനുവേണ്ടി അയാൾ കഠിനാധ്വാനം ചെയ്യും. അതിനുവേണ്ടി നിരന്തരമായ പരിശ്രമം ഉണ്ടാകും. ആ പരിശ്രമം അയാളിലേക്ക് അതിനനുസരിച്ചുള്ള ബെനിഫിറ്റ് കൊണ്ടുവരും. അതിന്റെ ഗുണം സമൂഹത്തിന് കിട്ടും. ഇതുപോലെ സക്കാത്ത് കൊടുക്കാൻ വേണ്ടി പരിശ്രമിക്കണം. ഞാൻ എന്നും സക്കാത്ത് വാങ്ങണമെന്നല്ല. സക്കാത്ത് കൊടുക്കാൻ ഒരേ വിഭാഗവും വാങ്ങാൻ വേറൊരു വിഭാഗം. ഞാനൊക്കെ എന്നും വാങ്ങുന്ന ആളാണ് എന്ന് ചിന്തിക്കുകയല്ല. സക്കാത്ത് വാങ്ങുന്നിടത്ത് നിന്ന് കൊടുക്കുന്നവനിലേക്ക് പരിവർത്തിക്കപ്പെടാൻ, മാറാനും ഉയർന്നു വരാനുമുള്ള പരിശ്രമം ഒരു വിശ്വാസിയിൽ നിന്ന് ഉണ്ടാവുക എന്നുള്ളതാണ്. അഥവാ നമുക്ക് കിട്ടുന്നത് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ കൃത്യമായി ചെലവഴിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും സമ്പത്തിന്റെ വിഷയത്തിൽ നമുക്കത് പരാജയപ്പെട്ടു പോകുന്നത് പലപ്പോഴും അറിയാറില്ല. അഥവാ സമ്പത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമ്പത്ത് കയ്യിലേക്ക് മാത്രമേ വരാൻ പാടുള്ളൂ. സമ്പത്ത് ഒരിക്കലും കൽബിലേക്ക് വരാൻ പാടില്ല. സമ്പത്ത് കയ്യിലൂടെ കൈകാര്യം ചെയ്യപ്പെടണം. എനിക്ക് സമ്പത്ത് കിട്ടിയിൽ 10 ആളുകളെ സഹായിക്കാൻ ഞാൻ ആ സമ്പത്ത് ഉപയോഗിക്കും എന്ന് ചിന്തിക്കുകയാണ് വേണ്ടത്. സമ്പത്ത് ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചാൽ, ഹൃദയത്തിൽ മനസ്സിനെ സമ്പത്ത് സ്വാധീനിച്ചു കഴിഞ്ഞാൽ പിന്നെ മനസ്സിന് അത് കൊടുക്കാൻ മനസ്സുണ്ടാവില്ല. അത് എടുത്തു കൊടുക്കാനുള്ള മനസ്സ് കൈകൾക്കുണ്ടാവുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ചെലവഴിക്കാനുള്ള മനസ്സുണ്ടാവുക എന്ന് നമ്മളെ പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, സബഖ ദിർഹം മിഅത്തു അൽഫി ദിർഹം. ഒരു ദിർഹം 100 ദിർഹമിനെ അതിജീവിച്ചു എന്ന് ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ദിർഹം 1 ലക്ഷം ദിർഹമിനെ അതിജീവിച്ചു.
അതെങ്ങനെയാണ് ആ അത്ഭുതം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദമാക്കാണ്. ഒരാൾക്ക് 2 ദിർഹം കിട്ടി, 2 ദിർഹം കിട്ടി. അയാൾ 2 ദിർഹത്തിൽ 1 അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കുന്നു. ഒരാൾക്ക് കിട്ടിയത് 1,00,000 ദിർഹമാണ്. അതിൽ നിന്ന് 1 ദിർഹം കൊടുക്കുന്നതിനേക്കാളും വലിയ ത്യാഗമാണ് തനിക്ക് കിട്ടിയതിന്റെ നേർപാതി അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കുക എന്നത്. ഈ രൂപത്തിൽ ചെലവഴിക്കുവാനാണ് അല്ലാഹു തആല നമ്മളോട് ആവശ്യപ്പെടുന്നത്. അഥവാ വല്ലദീന യക്നിസൂന ദഹബ വൽ ഫിദ്ദ, സ്വർണ്ണവും വെള്ളിയും ഒക്കെ സമ്പാദിക്കുകയും വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാ, അതൊന്നും അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾ ഫീ സബീലില്ലാഹി ഫബശ്ശിർഹും ബിഅദാബിൻ അലീം, വേദനാജനകമായ ശിക്ഷയാണ് അവരെ കാത്തിരിക്കുന്നത് എന്നാണ്. യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നമ, നരകത്തിൽ അവന്റെ സമ്പാദ്യം നരകത്തിൽ ഇട്ടുകൊണ്ട് ഫതുഖുവാ ബിഹാ ജിബാഹുഹും വജുലൂബുഹും വദുഹൂറുഹും, അവന്റെ മുതുകിലും നെറ്റിയിലും അവന്റെ നെഞ്ചുകളിലും പുറങ്ങളിലും അവന്റെ വശങ്ങളിൽ അവന്റെ ശരീരത്തിലെ ആകമാനം അതുകൊണ്ട് ചൂട് വെച്ച് അവന് ഒരുക്കി കളയും. എന്നിട്ട് അവനോട് പറയും, ഇതൊക്കെയാണ് നീ നിന്റെ ഈ തടിക്ക് വേണ്ടി ഈ